നമുക്കിന്ന് ചാറൊന്നുമില്ലാതെ ഡ്രൈ ആയൊരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. ബാ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ഈറ്റ്സ് വിത്ത് ജിഷ. ഞാൻ പോർക്ക് കുക്ക് ചെയ്യുന്നതിന് മുൻപ് നന്നായി കഴുകി ഇത് തിളയ്ക്കുന്ന വെള്ളത്തിൽ 1 മിനിറ്റോളം ഇട്ട് വയ്ക്കും. എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിലൊരുവിധം നെയ്യൊക്കെ അങ്ങ് ഉരുക്കിപ്പോയിക്കോളും. എന്നാലും വേവിക്കുമ്പോൾ നല്ല നെയ്യായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രുചി പോകില്ലേ, ഗുണം പോകില്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ഉണ്ടാവുക. ഇനി വെള്ളത്തിൽ നിന്ന് കോരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. വെള്ളത്തിൻ്റെ കളർ നോക്കിയേ, നെയ്യാണ് മുകളിൽ കിടക്കുന്നത്. ഇനി ഇറച്ചി ഒന്നുകൂടി കഴുകി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കൂടി ചതച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്താലും മതി, ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഒരു കാര്യം മറന്നു, 1 ടീസ്പൂണോളം വിനാഗിരി കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. ഇതിൽ തക്കാളി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് വിനാഗിരി ചേർക്കുന്നത്. അല്ലെങ്കിൽ വിനാഗിരി ചേർക്കണം. വിനാഗിരി ചേർക്കുന്നത് മീറ്റ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ നല്ലതാണ്. ഇതിലെ ഉപ്പ് ചേർക്കാൻ മറന്നതല്ല കേട്ടോ. ഞാനിതെൻ്റെ മോൻ്റെ, അതായത് എൻ്റെ മൂത്ത മരുമോൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അച്ഛന് ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ പോർക്ക് ഒത്തിരി ഇഷ്ടമാണ് താനും. അതുകൊണ്ട് വേവിച്ച് കഴിഞ്ഞ് അച്ഛനുള്ളത് മാറ്റിയിട്ട് ഉപ്പ് ചേർക്കാമെന്ന് കരുതി. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരല്പം വെള്ളം കയ്യിൽ ഒഴിച്ചൊന്ന് തളിച്ചാൽ മതി, വേറെ വെള്ളം ചേർക്കണ്ട. ഇനി കുക്കർ അടച്ച് അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ, എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. കുക്കറിലെ എയറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറക്കാം. ഇനി ഇതിൽ നിന്ന് ഞാൻ അച്ഛന് വേണ്ടിയുള്ളത് മാറ്റിയിട്ട് കേട്ടോ, എന്നിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്നുകൂടി അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കുന്നുണ്ട്, അത് ആ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി. ഇനി ഇത് റോസ്റ്റ് ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുക്കറിൽ മെൽറ്റായിരിക്കുന്ന നെയ്യും പിന്നെ അതിലുള്ള വെള്ളവും മാത്രം ആദ്യം പാനിലേക്ക് ഒഴിക്കാം. ഈ പോർക്ക് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആ വേവിക്കുമ്പോൾ ചേർത്ത 1 ടീസ്പൂൺ ഓയിൽ മാത്രം. ഇനി ഈ നെയ്യ് തിളച്ച് ഇതിലെ വാട്ടർ കണ്ടൻറ്റ് തീരുമ്പോൾ നമുക്കിതിൽ നിന്ന് ആവശ്യത്തിനുള്ള നെയ്യ് മാത്രം വെച്ചിട്ട് ബാക്കി പകർത്തി മാറ്റാം. എണ്ണയുടെ ആവശ്യം തോന്നിയാൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ചൂടായ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇവ ഒരുവിധം നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 20ഓളം ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. ഇതിനിടയ്ക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോഴൊക്കെ പോർക്ക് വാങ്ങുള്ളൂ കേട്ടോ. അതും ഇങ്ങനെ ആരെങ്കിലും വാങ്ങി കൊടുത്താൽ, അല്ലാതെ അങ്ങനെ വാങ്ങുമൊന്നുമില്ല. ബീഫാണെങ്കിലും വാങ്ങാറേ ഇല്ല. സവാള ഉള്ളിയൊക്കെ ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നെയ്യിൻ്റെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒന്ന് ഇളക്കി കൊടുക്കാം, കരിയണ്ട. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, എല്ലാം കൂടി ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കാം. ഒരു പ്രധാനമായിട്ട് ഇതിൽ ചേർക്കാൻ വിട്ടുപോയെന്നേ, തേങ്ങാക്കൊത്ത്. പിന്നെ ഞാനത് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് മാറ്റി വെച്ച ആ പോർക്ക് നെയ്യിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറുത്തെടുത്ത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പില്ലാത്തതിലും ചേർക്കാൻ വേണ്ടി മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചേർത്താൽ തേങ്ങാക്കൊത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല. ഇതൊന്നിൽ കുക്കറിൽ വേവിക്കുമ്പോൾ തന്നെ ചേർക്കണം, അല്ലെങ്കിൽ പാനിൽ എണ്ണ ഒഴിച്ച് ആദ്യമേ ചേർക്കണം. ഈ അബദ്ധവും മറവിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കുക്കിംഗ് അല്ലേ. എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മീറ്റിൽ നന്നായി പിടിക്കുന്നത് വരെ ഒരു 8-10 മിനിറ്റോളം ഇടയ്ക്കിടയ്ക്കായിട്ട് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ, കുറഞ്ഞ തീയിൽ. ഞാൻ ചെറു തീയിലൊരു 10-15 മിനിറ്റോളം ഇടവിട്ട് നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരുന്നേ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അവസാനമായി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്ത് നോക്കുമല്ലേ? മക്കളെ, ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.
ടേക്ക് കെയർ, ബൈ.